ഇന്നുണ്ടോ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ലൊരു തണുപ്പും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഉറപ്പിച്ചതാണ് മഴ പെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ കണ്ടില്ലേ, ഇവിടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്ത കാരണം സ്കൂളില്ലാന്നല്ല കേട്ടോ, സ്കൂളില്ലാന്നേ ഉള്ളൂ, മദ്രസ നമുക്കുള്ള കാരണം നേരത്തെ എഴുന്നേൽക്കണം. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്കൊരു ചെറുതായിട്ടൊരു മടിയും കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇങ്ങനൊരു മഴ പെയ്യുമ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ. നമ്മുടെ ആ ഒരു പ്ലാന്റ്, ആ ബുഷ് ടൈപ്പ് പോലത്തെ പ്ലാന്റ് അത്യാവശ്യം വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ലൊരു കാറ്റും മഴയൊക്കെ വന്നാൽ സത്യം പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീഴും. അതിനിവിടെ ഞാൻ താഴെ ഇവിടെ ചെറുതായിട്ടൊക്കെ നട്ടുപിടിപ്പിച്ചതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തിക്നെസ്സോട് കൂടിയിട്ട് അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ വണ്ണം വെച്ച് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വലിയ സീൻ ഉണ്ടാവില്ല, കാറ്റടിക്കുമ്പോൾ അങ്ങനെ വീഴൊന്നുമില്ല. ഈ രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളതാണ് കേട്ടോ ഭയങ്കര ജാതി ടെൻഷൻ പിടിച്ചിട്ടുള്ള കാര്യം. അപ്പം ഇന്നിപ്പോൾ എന്തായാലും പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പഴം ഇരിക്കുന്നുണ്ട്, അത് ഷാനാക്ക് മിന്നൂസിനും പറ്റും. എനിക്ക് പിന്നെ അങ്ങനെ കറി വേണമെന്നൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനതിൻ്റെ കൂടെ കഴിക്കും. ഇന്ന് സത്യം പറഞ്ഞാൽ കറിക്കുള്ള വകയൊന്നും ആയിട്ടില്ല കേട്ടോ. എന്നാലും പിന്നെ ബീഫ് വാങ്ങിച്ചുകൊണ്ട് അതങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിപ്പോയി. ഇന്നിപ്പം എന്താണ് കറി വയ്ക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ആലോചനയാണ് കേട്ടോ. നമുക്ക് എപ്പോഴും അതാണ്, രാത്രിയാണെങ്കിലും കിടക്കുമ്പോഴാണെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും. രാവിലെ എന്തുണ്ടാക്കും, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും, വൈകുന്നേരം പിന്നെ അങ്ങനെ വലിയ കുഴപ്പമില്ല. അപ്പം അതേപോലെ തന്നെയാണ് ഇന്നും നമുക്കൊരു ആലോചനയായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ തലേ ദിവസത്തെ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. ഇപ്പോൾ രാവിലെ നമുക്ക് എഴുന്നേറ്റ് വരുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. ഞാനതുപോലെ തേങ്ങ എന്താ പറയുക, കുറച്ചധികം ചിരവിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ രാവിലെയൊക്കെ തിരക്ക് പിടിച്ചിട്ടുള്ള എന്തെങ്കിലും പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേഗം ഇതെടുത്തങ്ങ് സെറ്റാക്കാം. പിന്നെ തേങ്ങ ചിരവാനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഈ പൊട്ടിച്ച് വെച്ച തേങ്ങയൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണങ്ങിയിട്ടും കേട് വന്നിട്ടൊക്കെ നാശമായി പോകും. ഇതാകുമ്പോൾ നമുക്ക് വലിയ സീനില്ല. അപ്പോൾ അതല്ല ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. നമ്മൾ ഈ തേങ്ങയൊക്കെ നമുക്ക് പെട്ടെന്ന് അതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു റഫ് പരുവായിരിക്കും. അപ്പോൾ നമുക്ക് അപ്പം തന്നെ ഒന്ന് സെറ്റാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പരിപാടി ഈ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കും. ആ ഒരു 3 മിനിറ്റ് സെറ്റ് ആകുമ്പോഴേക്കിനും അതിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ അപ്പം ചിരവിയെടുത്ത ഫ്രഷ് തേങ്ങ പോലെ ആയിരിക്കും കേട്ടോ. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഒന്ന് ചൂട്, കാരണം മേലെ നിന്ന് അത് ചൂട് തട്ടുമ്പോൾ ആ ഒരു തണുപ്പ് മെൽറ്റായി പോകുമല്ലോ. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണ് കേട്ടോ. തേങ്ങ നന്നായിട്ട് തന്നെ കണ്ടില്ല, ആ ഒരു അതിൻ്റെ എന്താ പറയുക, എണ്ണടക്കം കൈമൽ ആകുന്ന അത്രയും ചൂടായിട്ടുണ്ട് കേട്ടോ. തണുപ്പും കാര്യങ്ങളൊക്കെ പോയി. ഒരു 3 മിനിറ്റൊന്നും ആവശ്യമില്ല കേട്ടോ, കാരണം ഇത് ചെറുതായിട്ട് പിന്നെ ചൂടൊക്കെ ആയിട്ടൊരു എന്താ ബ്രൗൺ കളറൊക്കെ ആയി വരാനായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കറക്റ്റ് ആവും കേട്ടോ. അപ്പം എന്തായാലും വേഗം പുട്ടൊക്കെ റെഡിയാക്കട്ടെ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി എന്താ പറയുക, ഉണക്കച്ചെമ്മീൻ കറിയാണ് കേട്ടോ വയ്ക്കുന്നത്, തേങ്ങ അരച്ചിട്ട്. അപ്പോൾ ഇതൊരു 30 രൂപയുടെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ളൊന്നും എടുക്കില്ല, പകുതി. അപ്പം ഞാൻ വെക്കുന്ന രീതി എന്തായാലും ഒന്ന് കാണിച്ചു തരാം. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ മീൻ കറി വെക്കുന്നു, അതിന് പകരം ചെമ്മീൻ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നാലും കാണിക്കാം. പിന്നെ ഇന്ന് പുളിക്ക് പകരം ഈ ഒരു മാങ്ങ ഇട്ടിട്ട് വെക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് പുളിക്ക് പകരം ഇന്ന് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷനെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ.
മതിയാകും. ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്ന് വെച്ചാൽ വെള്ളമൊന്നും ഇല്ലാതെ ഒരു ക്രിസ്പി പരുവാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളത് എയർ ഫ്രയർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ പാനിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കിതിൻ്റെ തലയും വാലും കളയേണ്ട ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അതൊന്ന് ചെയ്യും. അപ്പം മാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ പീസസ് ആക്കണം. ഒരുപാട് ചെറുതല്ല. നമ്മൾ ഈ തക്കാളിയൊക്കെ അരിയുന്ന ആ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ മാങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ പുളി ആഡ് ചെയ്താലും മതി കേട്ടോ. ചെമ്മീനും മാങ്ങയും വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, അത്രേ ഉള്ളൂ. പുളി ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേ ഒരു മാങ്ങ വെച്ചിട്ട് കറി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു തേങ്ങ ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ വേണം. തേങ്ങയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കേട്ടോ. കാരണം കുലുക്കൊന്നുമില്ല. നമുക്കിനി വെട്ടി നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്ത് ചിരവാം. കണ്ടോ, കൊപ്രാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു തലയും വാലും ഒക്കെ കളയാനായിട്ടിതാ ഇതുപോലൊരു അരിപ്പയിലൊന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ തലയും വാലൊക്കെ ഇങ്ങോട്ട് പോയി കിട്ടും. അതാ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലോട്ട് ചെറിയ ജാർ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഒരു അരമുറി തേങ്ങേനെ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ തേങ്ങ ചേർക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ല തിക്നെസ്സൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വേഗം തേങ്ങ അരച്ചെടുക്കട്ടെ. നല്ല പേസ്റ്റ് പരുവത്തിൽ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ സെറ്റാക്കാൻ, മീൻകറിയല്ല, ചെമ്മീൻ പൊടിയൊക്കെ ഇട്ടിട്ടുള്ള കറി സെറ്റാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മൺചട്ടിയിലാവുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. മീൻ കറിയൊക്കെ വെക്കുമ്പോൾ കൂടുതൽ മൺചട്ടിയിൽ വെക്കുക. അത് ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ നല്ല അത്യാവശ്യം വെയിറ്റൊക്കെ ഉള്ള മൺചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് ഇന്നത്തെ കറിയൊക്കെ സെറ്റാക്കാൻ പോണത്. അപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടായി വരുന്ന സമയത്ത് ഉലുവ ഉണ്ടെങ്കിൽ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉലുവ ഇല്ലാത്ത കാരണം ഞാൻ വേഗം തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതൊന്ന് വഴന്നു വരുന്നവരെ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത്. വീടിനെവിടെ ഇന്ന് ഇറങ്ങോ?
ഉമ്മച്ചി കറി വെക്ക് വെക്കുമ്പോഴെങ്കിലും ഉറങ്ങുവോ? ഉറങ്ങുവോ? സുന്ദരി പെണ്ണ് ഉറങ്ങുവോ? സുന്ദരി പെണ്ണ് ഉറങ്ങുവോ? സുന്ദരി പെണ്ണ് ഉറങ്ങുവോ? ആ ഉറങ്ങിട്ടോ, പിന്നൂസ് ഉറങ്ങി. ഓ പിന്നൂസ് ഉറങ്ങിയോ? എന്താണ് താഴെ നോക്കിയിരിക്കുന്നത്? ബോസ് എന്താണ് ഇന്ന് ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാനേ മനസ്സിലായില്ലേ? ഭാവി ഇങ്ങനെ ഗെയിമും കളിച്ചിരുന്നാ മതിയോ? ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി ഹെൽപ്പ് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്തുണ്ടായി? എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്? ആരെന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന്? ഉമ്മച്ചിനെ മാത്രല്ല, മൊത്തത്തില്. മിന്നുസേ ആർക്കാ ഫോൺ വെച്ചേക്കണ്? മിന്നു ഉറങ്ങി. ഇപ്പോൾ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സമയത്ത് ശരിക്ക് പുളിവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് പുളിക്ക് പകരം മാങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇത്തിരി കുക്കായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ആ ഒരു മാങ്ങ ഏകദേശം ഒന്ന് കുക്കാവുന്ന വരെ ഒന്ന് എടുക്കാം. അപ്പോൾ ഒരു ഹാഫ് പോർഷൻ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടെ വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നായിട്ട് നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്പൂണ് നമ്മുടെ സാദാ മുളക് പൊടി, പിന്നെ ഒരു സ്പൂണ് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിക്നെസ് ഉണ്ട്. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫൈനലി ഇത് കുക്കായി വന്നിട്ട് കുറച്ചും കൂടെ തിക്നെസ് തോന്നുകയാണെങ്കിൽ ഒരു വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഡയറക്റ്റ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മുടെ നേരത്തെ കഴുകി എടുത്തു വച്ചിട്ടുള്ള ഉണക്ക ചെമ്മീനും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കുക്കാക്കി എടുക്കുക. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ടൊരു 3-4 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് നമുക്ക് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചിട്ട് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചിങ്ങനെ ഒരു തിക്നെസ് കമ്മി പോലെ ഉണ്ട്. നമുക്കിത് ഇരിക്കും തോറും ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. ഇനി നല്ല കട്ടിയാവുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
ഇപ്പം നമ്മുടെ മാങ്ങയും ഉണക്കച്ചെമ്മീനൊക്കെ ഇട്ട് വെച്ച് തേങ്ങ അരച്ചിട്ടുള്ള നല്ല അടിപൊളി കറിയും ചോറും ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് ഞാൻ നല്ല പപ്പടവും പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറുമ്പോൾ ഇത്തിരിയും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഇനി ഇതാ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ മടക്കി അപ്പോൾ തന്നെ മടക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ മടിയൊക്കെ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ചെയറിലിങ്ങനെ കുമിഞ്ഞു കൂടുക എന്നല്ലാതെ മടക്കില്ല. അപ്പോൾ ചൂടോടെ അതിൽ നിന്ന് എടുത്ത പാടന്നെ അങ്ങോട്ട് മടക്കി സെറ്റാക്കി വെക്കും കേട്ടോ. പിന്നെ നമുക്ക് നലക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ 2 ദിവസം കൂടുമ്പോൾ നലക്കിയാൽ മതി കേട്ടോ. നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോയി വന്നുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പെൻഡിങ് ആയതാണ്. ഇതാ ഉമ്മച്ചീന്റെ ടീഷർട്ടും കൊണ്ട് മിന്നുവിന്റെ ഷെമ്മി. എന്താണ് ഉറുമ്പുണ്ടോ? മിന്നുസേ മഴവില്ല മഴവില്ല്. അതാ മഴവില്ല അയക്കണല്ലോ. ആരാ താത്താന്റെ ഫോൺ എടുത്ത് വലിച്ചെറിയണേ? മിന്നുസാണ്. നോക്കട്ടെ ചന്ദ്രൻ നോക്കട്ടെ. ആരാ ഫോൺ നിലത്തിടാൻ പറഞ്ഞേ? അതാ ഉമ്മച്ചീന്റെ കുപ്പായം കൊണ്ട് ചെമ്മിയൊക്കെ അടിച്ച് മിന്നൂസ് ഇട്ടിക്കണേ. അടി വേണം നിനക്ക്. കഴുത്ത് കുറച്ചൊന്ന് ചെറുതാക്കായിരുന്നു ഷാന. ഇത്തിരി വൈഡായി പോയി അല്ലേ? എന്നാലും കുഴപ്പമില്ല മിന്നൂസേ, ചൂടിന് പറ്റിയ ഡ്രസ്സാ. ടാറ്റ കൊടുത്ത ചന്തം നോക്കിയാണ് മിന്നൂസ് മിന്നുന്റെ ചന്തം നോക്കിയാണ്. അപ്പോൾ ഷാനയാണ് എൻ്റെ ഫസ്റ്റ് എന്തോ പറയുമല്ലോ, ടേസ്റ്റ് ചെയ്യുന്ന ആളതിന് എന്താ പറയുക, ടെസ്റ്റർ. അപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. മാങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള എന്ത് കറി? ഉണക്കച്ചെമ്മീൻ കറി. അതിലെന്താ തുറക്കൂ? പപ്പടം. അപ്പം ഇന്നത്തെ ലഞ്ച് കുശാലായി. ഇതുപോലൊരു ലഞ്ച് എവിടെ കിട്ടും? ബിരിയാണി കഴിച്ചാലും മന്തി കഴിച്ചാലും കിട്ടാത്ത ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ ഇങ്ങനെയുള്ള നാടൻ ചോറും അതേപോലെ ഇങ്ങനെയുള്ള കറികളൊക്കെ കൂട്ടി കഴിക്കുക. ഓക്കെ, വല്ലതും അറിയണോ? വേഗം കഴിച്ചോളൂ. മാങ്ങനൊക്കെ കിട്ടിയാ? ഇത് പിടി